بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകട്ടെ. വിജയത്തിന്റെ അടയാളങ്ങൾ മഹാന്മാർ അവരുടെ ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ചു തന്ന കുറെ കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ട് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ സർവ്വ വിജയങ്ങളും സ്വായത്തമാക്കിയവനാണെങ്കിൽ അവനിൽ കാണുന്ന പ്രത്യേകമായ 11 അടയാളങ്ങളുണ്ട്. അതിൽ ഏകദേശം 5 നമ്മൾ ചർച്ച ചെയ്തതാണ്. 5-മത്തേത് വിശദീകരിച്ച് തീർന്നിട്ടില്ല. അത് തുടരണം എന്ന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതൊക്കെ 5 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തതെന്ന് ഒന്നുകൂടി ഞാൻ പറയാം. 1-മത്തേത്, ഒരാൾക്ക് വിജയം ഉറപ്പാണ് എങ്കിൽ അതിന്റെ പേരിൽ അയാളിൽ കാണപ്പെടുന്ന 1-മത്തെ അടയാളം യകൂന സാഹിദൻ ഫി ദുനിയ വറാഗിബൻ ഫിൽ ആഖിറ. ദുനിയാവിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ മാറ്റിവെക്കാൻ, ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയും ആഖിറത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യും എന്ന പ്രകൃതമാണ്. 2-മത്തെ അടയാളം, അയാളുടെ ഇബാദത്തുകൾക്ക് അയാൾ വലിയ സ്ഥാനം കൊടുക്കുകയും ഇബാദത്തുകളോട് വല്ലാത്ത താല്പര്യവും, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഖുർആൻ പാരായണം തനിച്ചിരുന്ന് നടത്തുന്നതിനെ ഒരുപാട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ്. 3-മത്തെ അടയാളം, ആ മനുഷ്യൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിലും സംസാരക്കൂട്ടങ്ങളിലും ചെന്ന് ചേരുകയില്ല എന്നതാണ്. 4-മത്തെ അടയാളം, സമയബന്ധിതമായി ഫർളായ 5 വഖത്ത് നിസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. 5-മത്തെ അടയാളം, ആ മനുഷ്യൻ ചെറിയതാണെങ്കിൽ പോലും ഒരു ഹറാമും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ അദ്ദേഹം സൂക്ഷിക്കുന്നു. ഹറാമ് എന്ന് ബോധ്യമുള്ളത് പൂർണ്ണമായും ഒഴിവാക്കുന്നു. അതോടൊപ്പം ഹറാമോ ഹലാലോ എന്ന് ബോധ്യം കൃത്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയും ഹറാമിനെ പോലെ തന്നെ ഒഴിവാക്കുന്നു എന്ന സൂക്ഷ്മത. ഇങ്ങനെ 5 അടയാളം. വീണ്ടും നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. സർവശക്തനായ അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്തും നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖും നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി. പലപ്പോഴും ഈ ഹദീസ് നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ പറയുന്നത് മുർസലീങ്ങളോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അമലിന്റെ രംഗത്തും സൂക്ഷ്മതയുടെ രംഗത്തും മുർസലീങ്ങൾ, അള്ളാഹുവിന്റെ മുർസലീങ്ങളായ മഹാന്മാരായ അമ്പിയാക്കൾ, അവർക്ക് എത്രമാത്രം സൂക്ഷ്മത അള്ളാഹു നിർദ്ദേശിച്ചിരുന്നോ അത് മുഴുവനും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സൂക്ഷ്മത തലങ്ങളിൽ ഉണ്ടാവണം എന്ന ഒരു ബോധം പരിശുദ്ധ പ്രമാണം മുന്നിൽ വെക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ മുർസലീങ്ങളോട് കാലങ്ങളായി റബ്ബ് ഉപദേശിച്ച ആ ഉപദേശത്തെ ഉദ്ധരിക്കുന്നുണ്ട്. അതേ ഉദ്ധരണി തന്നെയാണ് മുഅ്മിനീങ്ങളുടെ കാര്യത്തിലും റബ്ബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 ആയത്തുകളെ, ഈ 2 പ്രയോഗങ്ങളെ എടുത്തു വെച്ചിട്ടാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമ് സൂക്ഷിക്കുന്ന വിഷയത്തിൽ നമ്മുടെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. സ്വഹാബി നിബിഡമായ സദസ്സ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വഹാബികളെ സാക്ഷിയാക്കി പറഞ്ഞത് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. സ്വഹാബത്തെ, അള്ളാഹു മഹാനാണ്, അള്ളാഹു പരിശുദ്ധനാണ്, ശുദ്ധിയില്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് അവന്റെ മുർസലീങ്ങളായ മഹത്തുക്കളോട് കൽപ്പിച്ചത് പോലെയാണ്. മുർസലീങ്ങളോട് കൽപ്പിച്ചത് എന്താ? യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. ഇതാണ് മുർസലീങ്ങളോട് കൽപ്പിച്ചത്.
നല്ലത് തിന്നുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണേ. ഇതാണ് മുർസലീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞത്. ഇതേപോലത്തെ പ്രയോഗം ഖുർആനിലുണ്ട് സഹാബ. അത് മുഅ്മിനീങ്ങളോടുള്ള പ്രയോഗമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും. നിങ്ങൾക്ക് നാം നൽകിയതിൽ നല്ലത് നിങ്ങൾ തിന്നണേ, നല്ലത് കഴിക്കണേ. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അങ്ങനെയും പറഞ്ഞു, മുർസലീങ്ങളെ വിളിച്ചിട്ട് ഇതുപോലത്തതും പറഞ്ഞു. ഈ രണ്ട് രീതികൾ മഹാന്മാരായ മുർസലീങ്ങളോട് പറഞ്ഞ കാര്യത്തെയും മുഅ്മിനീങ്ങളോട് പറഞ്ഞ കാര്യത്തെയും ഈ രണ്ട് രീതിയിലും അവതരിപ്പിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂഫിയായ ഒരു മഹാനെ കുറിച്ച് പറയാണ്. സൂഫിയാണ് എന്നതിന്റെ കൂടെ തന്നെ അയാൾ ഇങ്ങനെ യാത്ര പോവാണ്, റബ്ബിന്റെ പൊരുത്തം തേടി സഞ്ചാരങ്ങളെമ്പാടും, ജീവിതം മുഴുവനും സഞ്ചാരം. പക്ഷെ അയാൾ രാവിലെ കഴിച്ച ഭക്ഷണം ഹറാമിൻ്റെതാ, രാവിലെ കുടിച്ച വെള്ളം ഹറാമിൻ്റെതാ, അദ്ദേഹം ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിൻ്റെതാ. ഈ ഹറാമിൻ്റെതുമായി ബന്ധപ്പെട്ട് ഇയാൾ യാത്ര ചെയ്യാ പടച്ച റബ്ബിന്റെ പൊരുത്തം തേടി. അദ്ദേഹത്തിന്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരം റബ്ബിന്റെ മാർഗത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ യാത്രയുടെ ഇടയിൽ ദുആ ചെയ്യും, യാ റബ്ബി യാ റബ്ബി, ഇങ്ങനെ ദുആ ചെയ്യുന്നു. പക്ഷെ ഇയാൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഹറാമുമായ. സൂഫിയായിരുന്നിട്ട് പോലും ഹറാമുമായി ബന്ധമുണ്ടോ ആ മനുഷ്യന്? എങ്ങനെ റബ്ബ് സ്വീകാര്യത നൽകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിഹി ബിൽ ഹറാം. സൂഫിയായിരുന്നിട്ടും അയാൾക്ക് അല്ലാഹു സ്വീകാര്യത നൽകാത്തത് അയാള് ഹറാമിനോട് ബന്ധപ്പെട്ടു എന്നതിന്റെ പേരിലാണ്. ഇങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഏതവസ്ഥ ഇപ്പോൾ ഉള്ളത്? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് എങ്ങനെയാ ആരാധനകൾക്ക്, ഇബാദത്തുകൾക്ക് അംഗീകാരം കിട്ടാൻ? മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, യഅതി അലന്നാസി സമാനുൽ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ലോകാവസാനത്തിന് മുന്നേ ലോകത്ത് ഒരവസ്ഥ വരാനുണ്ട്. അന്നത്തെ അവസ്ഥ എന്തെന്നറിയോ? ഒരു മനുഷ്യനും പ്രശ്നമല്ല താൻ സമ്പാദിക്കുന്നത് അമിനൽ ഹലാലി അമിനൽ ഹറാം, അത് ഹലാലിന്റെ വഴിയിലൂടെയാണോ ഹറാമിന്റെ വഴിയിലൂടെയാണോ എന്നത് ഒരു മനുഷ്യനും പ്രശ്നമല്ല. സമ്പാദിക്കുന്നത് ഹറാമോ ഹലാലോ എന്ന് മനുഷ്യൻ ചിന്തിക്കാത്ത കാലം ലോകാവസാനത്തിന്റെ മുന്നേ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അവസ്ഥ നമുക്കില്ലേ? നമ്മുടെ സമ്പാദ്യങ്ങളിൽ നമ്മൾ ആഹരിക്കുന്നതിൽ ഹലാലും ഹറാമും പ്രശ്നമാക്കുന്നുണ്ടോ? തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്, എന്നാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുകയാണ് കാലം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ ഇബാദത്തുകളെ വിലയിരുത്തേണ്ടത്. ഈ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമോ? ആലോചിച്ചു നോക്കിയേ. ഈ ഇബാദത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹറാം സ്പർശിക്കാത്ത ഒരു സാധനവും ലോകത്ത് ഇല്ലാത്ത ഒരു കാലം വരുന്നുണ്ട്. ഹറാമുമായി ബന്ധപ്പെടാത്ത ഒരു സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട്. ഹദീസ് നമുക്ക് വഴിയെ വായിക്കാം ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹദീസ് കണ്ടോ? നമ്മുടെ ഇടയിലൊരു ധാരണ ഉണ്ട്. പൊതുവെ കുറച്ച് പലിശയുടെ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ ലോട്ടറി പൈസ ഉണ്ടെങ്കിൽ, അത് കുറെ സ്വതക്ക ചെയ്ത, റമദാനിൽ കുറെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാ ആ തെറ്റൊക്കെ അള്ളാഹു പൊറുക്കുന്നു, അല്ലേ? ലോട്ടറിക്കാരൻ ചിന്തിക്കും, ഞാൻ കുറെ നോമ്പ് തുറ നടത്തി, പള്ളിയിലെ മുസ്ലിയാര് അയാൾ കുറെ ബുദ്ധിമുട്ടുകാരൻ, അയാൾക്ക് വീട് പണിയാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്താ, യത്തീമിനെ കെട്ടിക്കാൻ കുറെ പൈസ കൊടുത്താ, ഞാൻ ഈ സമ്പാദിച്ച പലിശയുടെ മുതലൊക്കെ ഹലാലായി, ഞാൻ പലിശ മേടിച്ചാൽ എന്താ, ഞാൻ ഈ നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പടച്ചവൻ എന്നെ വെറുതെ വിടൂല, അള്ളാഹു എനിക്ക് അതിന് കൂലി തരും.
ഞാൻ ഈ ചെയ്യുന്ന തെറ്റല്ലാതെ വരും എന്നൊരു ധാരണ നമ്മുടെ ഇടയിലെ പല പലിശക്കാർക്കും പലിശ ഭോജികൾക്കും ഉണ്ട്. ഇതൊരു സത്യമാണ്. ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് ആലോചിക്കാം അതെങ്ങനെയാന്നുള്ളത്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യക്സിബു അബ്ദുൻ മാല ഹറാമിൻ ഫയതസദ്ദഖു മിൻഹു ഫയുഖ്ബലു മിൻഹു. ഒരു മനുഷ്യൻ ഹറാം സമ്പാദിച്ചു, അയാൾ ചെയ്തുണ്ടാക്കിയത് മുഴുവൻ ഹറാമാണ്, എന്നിട്ട് അതിൽ നിന്ന് സ്വതക്ക ചെയ്തു. ഫയുഖ്ബല മിൻഹു, അത് സ്വീകരിക്കുമെന്നോ അത് സ്വീകരിക്കൂല. വലാ യുൻഫിഖു മിൻഹു ഫയുബാറക ലഹു, അതിൽ നിന്ന് അയാൾ സദഖ ചെയ്തത് സ്വീകരിച്ചോളണമെന്നില്ല. അതിൽ നിന്ന് അയാൾ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് ഹദിയയായി ചെലവ് ചെയ്തത് സ്വീകരിച്ചോളണമെന്നില്ല. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സദഖ ചെയ്ത മുതലില് ബറക്കത്തുണ്ടാവൂലോ. അപ്പൊ നമ്മുടെ വീട്ടില് എന്തെങ്കിലും ഒരു കൃഷി ഉണ്ടെങ്കിൽ ആ കൃഷി നമുക്ക് വിളവെടുത്ത ശേഷം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്താൽ നമുക്ക് ആ കൃഷിയിൽ ബറക്കത്ത് നമ്മൾ പ്രതീക്ഷിക്കും. ഇതിൽ ബറക്കത്ത് പ്രതീക്ഷിക്കണ്ട. ഇതിൽ ബർക്കത്ത് ഉണ്ടാവൂല. ഇത് സ്വീകരിക്കുകയുമില്ല, അതിൽ ബർക്കത്തും പ്രതീക്ഷിക്കണ്ട. സ്വീകരിച്ചാലല്ലേ ബർക്കത്ത് ഉണ്ടാവൂ. വലാ യത്റുകുഹു ഖൽഫ വഹരിഹി, ഇയാൾ സ്വതക്കയും ചെയ്തില്ല, ഇയാൾ ഇതിന് ഹദിയയും ചെയ്തില്ല, ആർക്കും കൊടുക്കാതെ അയാൾ കൂട്ടിവെച്ചാൽ തന്നെയും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇല്ല കാന സാദഹു ഇലന്നാരി, അവൻ ഓരോ ശേഖരണത്തിലും ഓരോ സമ്പാദ്യത്തിലും നരകത്തോട് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ റബ്ബ് അവർക്ക് നന്നാവാൻ പരിശുദ്ധമായി ദിനരാത്രങ്ങൾ കാരണമാക്കട്ടെ. അള്ളാഹു അവർക്കും നമുക്കും തസ്കിയത്ത് നൽകട്ടെ. എന്താ കാരണം എന്നറിയോ? ഇതൊരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കലാവും. സദക്ക ചെയ്ത പലിശക്കാരന്റെ പലിശക്ക് അള്ളാഹു പൊറുക്കൂന്ന് ഒരു മുസ്ലിയാർ വഴന്ന് പറഞ്ഞ, അതിനു വേണ്ടിയിട്ട് ഖുർആനിൽ ആയത്ത് ഉണ്ടെങ്കിൽ ആ ആയത്തും എടുത്തു വെച്ചാൽ ഇവിടെ പലിശക്കാർ കൂടും. കാരണം എന്താ? ഞാൻ സദക്ക ചെയ്യാൻ വേണ്ടിയിട്ട് പലിശ കൊടുക്കുന്നത്. അങ്ങനെ തിന്മ ചെയ്യിച്ചിട്ട് ആ തിന്മ കൊണ്ട് നന്മ ചെയ്യിക്കുന്ന സിസ്റ്റം അള്ളാഹുവിനില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ മതത്തിലില്ല. ഹബീബ് പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ലാ യംഹുസ്സിയ്യിഅ ബിസ്സിയ്യിഇ വലാകിൻ യംഹുസ്സിയ്യിഅ ബിൽ ഹസനി ഇന്നൽ ഖബീസ ലാ യംഹുൽ ഖബീസ. നന്മ കൊണ്ട് ആ തിന്മയെ തിരുത്താൻ പറ്റും. തിന്മ ചെയ്തിട്ട് ആ തിന്മ കൊണ്ടൊരു നന്മ സമ്പാദിക്കാൻ കഴിയില്ല. ആ തിന്മ കൊണ്ട് നന്മയെ സ്ഥാപിക്കാൻ കഴിയില്ല. തിന്മ അടിസ്ഥാനമാണെങ്കിൽ ആ അടിസ്ഥാനം എന്നും തിന്മയിലൂടെ തന്നെ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെയാണ് നമ്മെ ഈ വിഷയം പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹു തർക്കിച്ചു വരും, അള്ളാഹു വിടൂല 3 വിഭാഗം ആളുകൾ. അള്ളാഹു നേരിട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. 3 വിഭാഗം ആളുകൾ എന്റെ മുന്നിൽ വന്നാൽ ഞാൻ അവരെ വിടൂല. ഇന്നല്ലാഹ തആല ഖാൽ സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമah. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അള്ളാഹു പറഞ്ഞതായി ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകളെ ഞാൻ വിടൂല. ഒന്നാമത്തെ വിഭാഗം, ആ മനുഷ്യന് എന്നെ പറ്റി റബ്ബിന്റെ മാർഗത്തിൽ എന്ന ബോധ്യത്തോടെ പലതും ഏൽപ്പിച്ചു കൊടുത്തതാ. പടച്ചോനെ വിചാരിച്ച് നീ ഇത് ചെയ്യണോട്ടോ, അള്ളാഹുവാണ് ഞാനത് ചെയ്തേക്കാം. അങ്ങനെ റബ്ബിനെ മുൻനിർത്തി ഏൽപ്പിച്ച കാര്യത്തിൽ വഞ്ചന നടത്തിയവൻ അള്ളാഹ് വിടൂല. ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പടച്ചോനാണ്, അള്ളാഹുവാണ്, ഞാനത് ചെയ്യൂലൈക്ക, അള്ളാഹുവാണ്, ഞാനത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ മുൻനിർത്തി പറയാൻ ഞാനത് ചെയ്തേക്കാം. അങ്ങനെ റബ്ബിനെ മുൻനിർത്തി നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വഞ്ചന കാണിച്ചാൽ, റജുലുൻ അഅ്താബി സുമ്മ ഗദറ, എന്നെ മുൻനിർത്തിയിട്ട് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ വഞ്ചന കാണിച്ചാൽ. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ചെറിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവര് റബ്ബിനെ സാക്ഷിയാക്കിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ഉദാഹരണം, ഒരു മഹല്ല് കമ്മിറ്റി, അതിൽ പറയുന്നതിന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ അള്ളാഹു വിടൂലാന്നായി പറഞ്ഞത്. സനത് വാങ്ങുമ്പോ
നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തിൽ പടച്ചവനെ സാക്ഷിയാക്കി പറഞ്ഞാൽ, അത് ഏറ്റെടുത്താൽ, പിന്നെ അതിൽ വഞ്ചന ചെയ്താൽ ആ ആളുകളെ അള്ളാഹു ലോകാവസാനത്തിൽ ഖിയാമത്ത് നാളിൽ വിടൂല. പടച്ചറബവനെ പിടിക്കും, ചോദ്യം ചെയ്യും. ഗൗരവകരമായ ചോദ്യം. രണ്ടാമത്തെ ആളാരാണെന്ന് അറിയോ? റബ്ബ് നേരിട്ട് പിടികൂടിയിട്ട് അവനെ ചോദ്യം ചെയ്ത് വഷളാക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആള്. ഇന്ന് ആ സിസ്റ്റം ഇല്ല. എന്നാലും ഒരാള് ഒരു സ്വതന്ത്രനെ പിടിച്ച അടിമച്ചന്തയില് വഞ്ചനയിലൂടെ വിൽക്കാണ്. ഒരു സ്വതന്ത്രനെ പിടിച്ച അടിമയാക്കി വിൽക്കാം. എന്നിട്ട് ആ അടിമ എന്ന നിലയിൽ വിറ്റപ്പോ കിട്ടിയ ആ പണം കൊണ്ട് ഭക്ഷണം മേടിച്ചു കഴിക്കാം. ഒരാളുടെ വ്യക്തിത്വത്തെ വഞ്ചിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരാളുടെ എന്താ പറയാ, കഴുത്ത് വെട്ട കാല് വെട്ട എന്നൊക്കെ പറയുന്ന പോലെ ഒരാളുടെ വ്യക്തിത്വത്തെ വെട്ടി നശിപ്പിച്ചിട്ട് അതിന് കിട്ടുന്നത് കൊണ്ട് വഞ്ചിച്ച ഒരു വ്യക്തിത്വത്തെ, വഞ്ചനയിൽ ഒരാളുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് അതിലൂടെ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ മോഹിച്ച് അങ്ങനെ ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ എന്തെന്ന് കുതുകാല് വെട്ടോ അങ്ങനെ എന്തൊരു പ്രയോഗമുണ്ട്. ആ രീതിയിൽ ചെയ്യാം. അതൊരു അടിമയെ, ഒരു സ്വതന്ത്രനെ കൊണ്ടുപോയി അടിമയാക്കണ പോലെയാണ്. ആ രീതിയിൽ ചെയ്യുന്നവനെയും അല്ലാഹു വിടൂല. മൂന്നാമത്തെ ആള് ഒരാളെ കൂലിക്ക് പണിയാൻ വിളിച്ചു. കൂലിയൊക്കെ പറഞ്ഞു, കൂലിക്ക് പണിയിപ്പിച്ചു. പണി കഴിഞ്ഞിട്ട്, പണി പൂർണ്ണമായും പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞിട്ട് പണിക്കാരന് കൂലി കൊടുക്കാതെ പറഞ്ഞയക്ക. വലം എഴുത്തിഹി അജ്റഹു, അതിനുള്ള പണിയൊന്നും നീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാളോട് വാഗ്ദാനം ചെയ്ത പണിക്കാശ് കൊടുക്കാതെ, ജോലി ചെയ്ത കൂലി കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന മുതലാളി നിന്നെ അള്ളാഹു വിടൂല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ് സുഹതി, ചീത്തയിൽ നിന്നും ഉണ്ടായ ഒരു ഇറച്ചിയും ഒരു കഷ്ണം ശരീരത്തിന്റെ മാംസവും ചീത്തയിലൂടെ വളർന്നുണ്ടായത് ഒന്നും സ്വർഗത്തിലേക്ക് പോവൂല. ചീത്തയിലൂടെ വളർന്നത് കാനത്തിന്നാറു ഔലാ ബിഹി, നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചീത്തയിലൂടെ സമ്പാദിച്ചൊന്നും സ്വർഗത്തിൽ പോവില്ല. അപ്പൊ ഈ അമല് ചെയ്തിട്ട് കാര്യമുണ്ടോ? പലിശക്കാരൻ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. പലിശയുമായി ബന്ധപ്പെട്ട് അവൻ സമ്പാദിച്ചത് അവിടെ നിർത്തണം. അവൻ ആ ഹറാമിന് പ്രതിവിധി കാണണം. എന്നിട്ട് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. പിന്നെ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് കൂലിയുള്ളൂ. അല്ലാതെ ഈ കെട്ടിമറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, മിഅ്റാജിന്റെ അനുഭവത്തിൽ അവിടുത്തെ അനുഭൂതിയിൽ കണ്ട ഒരു കാഴ്ച ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം. അത്തഈതു ലൈലത ഉസ്രിയ ബി അലാ ഖൗമിൻ ബുതൂനുഹും കൽ ബുയൂതി ഫീഹൽ ഹയ്യാതു തുറാ മിൻ ഖാരിജി ബുതൂനിഹിം. ഞാൻ മിഅ്റാജിന്റെ അനുഭവത്തിൽ ഒരു വിഭാഗം ആളുകളെ നരകത്തിൽ കണ്ടു. അവരുടെ വയറ് ഒരു വീടിന്റെ വലിപ്പമുണ്ട്. ആ വയറിന്റെ അകത്ത് നിറയെ പാമ്പുകളാണ്. വീടിന്റെ വലിപ്പമുള്ള വയറിന്റെ അകത്ത് പാമ്പുകൾ. തുറാമിൻ ഖാരിജ് ബുത്തൂനിഹിം, ഈ പാമ്പിനെയൊക്കെ പുറത്തുനിന്ന് നോക്കിയ ആ വീട് പോലെ വലിപ്പമുള്ള വയറിന്റെ അകത്ത് ഓടിക്കളിക്കുന്ന, നീന്തി തുടിക്കുന്ന പാമ്പുകളെ അതിന്റെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അങ്ങനത്തെ ഭീകരമായ ഒരു കാഴ്ച കണ്ടു. ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ അലൈഹിസ്സലാം, ആരാണ് ഈ കൂട്ടര്? ഹൗലാഇ അകലത്തുർ റിബ, നബിയെ പലിശ ഭോജികളാ ആ കാണുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? വിജയത്തിന്റെ അഞ്ചാമത്തെ അടയാളം ഹറാമിനെ പൂർണ്ണമായും ഒഴിവാക്ക. ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ളതിനെയും ഒഴിവാക്ക. അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള ആൾക്കാണ് വിജയത്തിന്റെ അടയാളം കാണപ്പെടാ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീന ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി ഹദറൻ ലിമാ ബിഹി ബഅസുൻ. ഒരാള് ഒരു മൂമിൻ എന്ന പദവിയിലെത്തണമെങ്കിൽ, ഒരു മുത്തഖി എന്ന പദവിയിലെത്തണമെങ്കിൽ ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. കാരണം അതിൽ കുഴപ്പമുണ്ടാകുമോ എന്ന പേടി കൊണ്ട് ഒഴിവാക്കേണ്ടി വരും. അങ്ങനത്തെ സ്വഭാവക്കാരനാവണം. സംഗതി അത് ഞാൻ ചെയ്തപ്പോ പടച്ചവന്റെ അടുത്ത് ഞാൻ തെറ്റുകാരനല്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ ആയി പോവാൻ സാധ്യതയുണ്ട്, മറ്റൊരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്
എന്നതിന്റെ പേരിൽ ആ തെറ്റിന്റെ ഗൗരവത്തെ മാനിച്ചുകൊണ്ട് ഒരു ശരിയെ ഒഴിവാക്കുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹുവിന്റെ മുത്തഖി എന്ന അടിമയുടെ പദവിയിലേക്ക് എത്തുക എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ശ്രദ്ധേയമായ ഒരു ചർച്ച ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ വില പേശാറുണ്ട്. വില പേശുന്ന സ്വഭാവം നമുക്കുണ്ട്. ഈ വില പേശുന്ന സമയത്ത് ഇതിന്റെ ഈ വസ്തു നമുക്ക് വിൽക്കുന്ന ആൾ, നമുക്ക് വിൽക്കുന്നവർ, ആ വസ്തുവിന്റെ ഉടമ അവനാണല്ലോ. അവൻ ലാസ്റ്റ് എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് നമുക്ക് തരും. ഉദാഹരണം, നമ്മുടെ വീട്ടില് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളുകൾ, ചെറിയ ചെറിയ കച്ചവടക്കാര്, അവരോട് നമ്മൾ വില പേശും. വില പേശുന്നതൊക്കെ നല്ലതാണ്, സമ്പാദ്യത്തോടുള്ള താല്പര്യം കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ വില പേശിയിട്ട് അവസാനം അവന്റെ നിവൃത്തികേട് കൊണ്ട് ഇതാണ് തരാണ്, പൊരുത്തത്തോടു കൂടെയാണോ അവൻ ആ സാധനം തരുന്നത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം അവൻ കച്ചവടത്തിന് അവൻ ഉദ്ദേശിച്ച വില ഇന്ന വിലയാണെന്ന്, അവന്റെ വസ്തുവിന് അവന് ഇഷ്ടമുള്ള വില ഇടാലോ. അത് വാങ്ങാൻ ചെല്ലുന്ന നമ്മൾ നമ്മുടെ വില പറഞ്ഞുകൊണ്ട് പേശി നിൽക്കുമ്പോൾ അവൻ പൊരുത്തമില്ലാതെയാണ് നമ്മൾ കൊടുക്കുന്ന പൈസ. അവൻ നേരത്തെ പറഞ്ഞ പൈസയിൽ നിന്നും എത്ര കുറവുണ്ടോ ആ കുറവുള്ള സംഖ്യയോട് അവൻ പൊരുത്തമില്ലാത്ത അവസ്ഥയിലാണ് തരണമെങ്കിൽ ആ വസ്തുവിൽ ആ സംഖ്യയുടെ ആ അളവോളമുള്ള ഭാഗം നമുക്ക് ഹലാലല്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ വില പേശുമ്പോ അവസാന പൈസ കൊടുക്കാൻ നേരത്ത് പറയണം, അപ്പൊ ഇൻഷാ അല്ലാഹ് പൊരുത്തല്ലേ ഈ വിലക്ക് ഞാൻ നിന്റെ സാധനം മേടിക്കുമ്പോ, പൊരുത്തല്ല എന്ന് അവൻ പറയണേ, അവൻ കൊടുത്തേക്ക്, അത് കുഴപ്പമില്ല, പൊരുത്താണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാം. ഈ ഒരു രീതി നമ്മൾ ഈ വിഷയത്തിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എടുത്തില്ലെങ്കിൽ നമ്മൾ തിന്നുന്ന പലതും, നമ്മൾ ഉപയോഗിക്കുന്ന പലതും ഹറാമ് എന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.